തന്തേ എന്റെ ബ്രാൻഡി കുപ്പി എവിടെ? ഒരു സാധനം ഇവിടെ വെച്ചാൽ കാണില്ല. അയ്യോ ആരുണ്ടേ നീ എടുത്തടാ. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. മൈ ഗോഡ്, എന്താണ്ടായേ? എന്തിനാ എന്നെ തല്ലിയത്? നോ റീസൺ. ബ്രാൻഡിക്ക് എന്തേ കളറ്? എന്റെ ബ്രാൻഡി കുപ്പി നീ വീണ്ടും തല്ലിപ്പൊട്ടിച്ചു. അല്ലോടെ തന്തേ അച്ഛന്ന് വിളിച്ച നാവുകൊണ്ട് അച്ഛന്റെ അപ്പനെ വിളിപ്പിക്കരുത്. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. എന്നാ സാറേ? ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. മരണമാസ്, മരിക്കുന്നതിന് തൊട്ടുകൊണ്ടുള്ള മാസ്. നോക്കിയടാ രോമ എഴുന്നേക്കുന്നത്. ഇന്നവൻ അവന്റെ അച്ഛനെ തല്ലി, നാളെ പുറത്തിറങ്ങി അവൻ നമ്മളെ തല്ലില്ലെന്ന് എന്താ ഒരു ഉറപ്പ്? അത് ഉറപ്പാണല്ലോ. ഓനവന്റെ അച്ഛനും തല്ലിയെങ്കിലേ അതിന് നമ്മളൊക്കെ ഉത്തരവാദികളാണ്. നമ്മൾ അവനെ പറഞ്ഞ് ബോധവൽക്കരണം നടത്തണം. പക്ഷെ ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് ഉപദേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുട്ടി നോക്ക്, ചെലപ്പോ കിട്ടും ചേർത്ത്. ജീവ, ഞങ്ങൾ വന്നതിന് എന്നെ കാണാനാ. എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാന്നുണ്ട്. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്. കാരണം മറ്റൊന്നുമല്ല, നീ നിന്റെ അച്ഛനെ തല്ലി. അതിന്റെ മാനക്കേട് നിനക്ക് മാത്രല്ല, ഈ നാട്ടുകാർക്ക് അതിന്റെ മാനക്കേടുണ്ട്. മക്കളായ അച്ഛന്മാരെ പൂശും, തല്ലും, ശാസിക്കും, കൊല്ലും. അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. ആരുടെ? അച്ഛന്മാരുടെ. അച്ഛനെ തല്ലിയ മകന്റെ നാട് എന്നുള്ള പേരുദോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പുറത്തിറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി തന്തേ തല്ലി പോണു, തന്തേ തല്ലി പോണു. കേൾപ്പിച്ചില്ലേടാ, നീ എനിക്ക് ചീത്ത പേര് കേൾപ്പിച്ചില്ലേടാ. അതുകൊണ്ട് ജീവ, നീ ആ പരിപാടി നിർത്തണം, ഇനി ആവർത്തിക്കരുത്. ഞാൻ ഉപദേശം തരാൻ ഇയാൾ ആരുവാ? ചട്ടമ്പി സ്വാമിയാണ്. കുറച്ചാളുകൾ എണ്ണ നന്നാക്കാൻ വന്നിരിക്കുന്നു. ഉപദേശികള് ഒന്ന് പോടാ. എന്തായി പറയണേ? വന്നു വന്ന് മൂത്തവരെയും തിരിച്ചറിയണ്ട. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ജീവ, എന്റെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ചെവിന്നൊക്കെ ആകെ ചോര വരുന്നുണ്ട്. തലക്കടിയേറ്റാന്നാ തോന്നുന്നത്. എന്റെ പനച്ചുമൂട്ടി ഭഗവതി വടിയായെന്നാ തോന്നുന്നത്. അയ്യോ, ചത്തോന്നറിയാൻ വന്നാണല്ലടാ, ചത്തില്ല. ഭാവാഭിനയം കണ്ടില്ലേ? മഹാനടാ, മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേള്ളു. അച്ഛനോട് കൊടുക്കണം. മன்னிச்சிடுங்கோ, തന്ത என்று தெரியாமல் തവറിവിട്ടാണ്. ഏയ് സാരമില്ല, എന്റെ ഇടത് കൈയുടെ യാപ്പ് തേർത്തിട്ട് ഇപ്പൊ ക്ഷമ ചോദിക്കുന്നു. ഇനി ക്ഷമ തന്റെ അച്ഛൻ തരും. പക്ഷെ ഇതാ പരസ്യമായി ഈ പൊതുവാളിന് ഞാൻ പൊതുമാപ്പ് നൽകിയിരിക്കുന്നു. അച്ഛന്റെ കണ്ണടയുന്നതിന് മുമ്പ് എന്റെ മോന് കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ച് ഈ സ്വത്തുക്കളെ മുഴുവൻ നമ്മുടെ കയ്യിൽ വരുന്നത് കണ്ടിട്ട് വേണം ഈ അച്ഛനൊന്ന് കണ്ണടയ്ക്കാൻ. അത് നീ മറക്കരുത്. അച്ഛന്റെ കണ്ണടപ്പിക്കുന്നവരെ ഞാനിട്ട് പോരെ. പറഞ്ഞ ആള് ഇയാളാണ് മണവാളൻ. ഇതാണെങ്കി വേണ്ടട്ടോ, ഞാനിപ്പ എന്റെ മോളെ കൊടുക്കണില്ല. ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. ഹലോ, ആ കുഞ്ഞുട്ടേക്ക, നമ്മുടെ സുകുമാരേട്ടൻ മരിച്ചു വിട്ടു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ജീവ, അങ്ങനെയൊന്നും പറയല്ലേ. നീ ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ അച്ഛന്റെ സമയം വന്നപ്പോ അച്ഛൻ പോയി, അത്ര തന്നെ. വേറൊന്നും നീ ചിന്തിക്കണ്ട. ചങ്ങിക്കൊള്ള വർത്തമാനം പറഞ്ഞ് നീ എന്തിനാ മനുഷ്യന്മാരിങ്ങനെ വേദനിപ്പിക്കണേ? എന്റെ പൊന്നുനായിട്ട് അവരെ കരയിക്കണം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.